നാളും മീൻകറി ഉണ്ടാക്കിയിട്ട് ഈ ഒരു സൂത്രം അറിയാതെ പോയല്ലോ. ഇങ്ങനെ മീൻകറി തയ്യാറാക്കി നോക്കിയാൽ തുടക്കക്കാർക്ക് പോലും നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടെ ഉള്ള മീൻകറി തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതും നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മീൻകറി മൺചട്ടിയിൽ വെക്കുന്നതിന് എപ്പോഴും ഒരു ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മൾ മൺചട്ടിയിലാട്ടോ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. കടുക് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവനുള്ള ഉലുവയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്, അത് ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക്, ഇത് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി ഏകദേശം ഒരു 1/2 ഇഞ്ചോളം ഉണ്ട്. വെളുത്തുള്ളി ഒരു 3-4 എണ്ണം ഉണ്ട്. കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഒരു 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമ്മുടെ ചട്ടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തുള്ള ചേരുവകളെല്ലാം നല്ലതുപോലെ ബ്രൗൺ ആവണം. ആ ഒരു രീതിക്ക് വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ മീൻകറിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നും നോക്കേണ്ട, നന്നായിട്ട് വഴറ്റിക്കൊള്ളുക. അത് വേണ്ട ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം മീൻകറിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് പൊടി ഇടുന്നതിന് പകരം ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് പൊടി ഇട്ട് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചട്ടിയിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പൊടികളൊന്നും കരിഞ്ഞു പോകത്തില്ല, എന്നാൽ അതിൻ്റെ പച്ചച്ചുവയൊക്കെ നല്ലതുപോലെ മാറുകയും ചെയ്യും. നല്ലോണം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നമുക്ക് എന്തോരം ഗ്രേവിയാണ് നമ്മളുടെ മീൻകറിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത്. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മളുടെ പുളി ഉണ്ടല്ലോ, കുടംപുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 കുടംപുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി വിത്ത് അതിൻ്റെ വാട്ടർ രണ്ടും കൂടെ ചേർത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുടംപുളിയും കൂടെ ചേർത്ത് നമ്മളുടെ ആ മിശ്രിതം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. നന്നായിട്ട് തിളകേറി വരണം. നന്നായിട്ട് തിളകേറി വരുന്ന ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ. ഇനി നല്ലോണം നമ്മളുടെ ഈ ഗ്രേവി ഒന്ന് വെട്ടി തിളക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം മീനൊക്കെ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകും. എന്നാലും നമ്മൾ മലയാളികളല്ലേ, നമുക്കൊരു അല്പം വൃത്തി കൂടുതലായതുകൊണ്ട് ഞാൻ നമ്മുടെ കുടംപുളി കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കഴുകും. അപ്പോൾ ഇതിന് മണമൊക്കെ നന്നായിട്ട് പോകും. നല്ല ഒരു സംതൃപ്തി നമുക്ക് കിട്ടും മീൻ കഴുകേണ്ട കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മുടെ ഗ്രേവി ഇരിക്കാവുള്ളൂ. മീൻ കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനേ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് കുളം പോലെ ഒന്നും ആക്കരുത്. ഈ ഒരു രീതി മതി. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് വിതറിയിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻകറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഒരുപാട് നേരം ഒന്നിട്ട് കുക്ക് ചെയ്യണം. കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു 8-10 മിനിറ്റൊക്കെ മതിയാകും. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 8-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ മീൻകറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അവസാനത്തെ ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം. അതായത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണൊക്കെ മതി. അത് നമുക്കൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് തുറക്കത്തുള്ളൂ. അപ്പം എപ്പോഴും മീൻകറിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മളുടെ അടിപൊളി മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം.